ഈശോ സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭ മാതാവ് പാതുവായിലെ വിശുദ്ധ അന്തോനീസിൻ്റെ തിരുനാൾ സന്തോഷത്തോടെ കൊണ്ടാടുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പനകളെ ഒന്നുകൂടെ വ്യാഖ്യാനിച്ച് നൽകുകയാണ്. ആ കൽപ്പനകളുടെ ആന്തരാർത്ഥം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് യേശുനാഥൻ അവരോട് പറയുകയാണ്, നിങ്ങളുടെ നീതി ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിശയിക്കുന്ന തരത്തിലായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ എന്താണ് ഈ ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതി എന്ന് പറയുന്നത്? അവരെല്ലാവരും നീതിമാന്മാരായിരുന്നു ഒരർത്ഥത്തിൽ. കാരണം ദൈവിക നിയമങ്ങൾ അവർ പാലിച്ചിരുന്നു. എന്നാൽ ആ ദൈവിക നിയമങ്ങളെ അവരുടേതായ രീതിയിൽ വ്യാഖ്യാനിച്ച് പാലിച്ചിരുന്നവരായിരുന്നു. അപ്പോൾ അവർ ദൈവിക നിയമങ്ങൾ പാലിച്ചിരുന്നത് അത് പാലിക്കണം എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ്. നിയമങ്ങളായതുകൊണ്ട് പാലിക്കണം എന്നൊരു ചിന്തയിൽ നിന്നാണ്. അപ്പോൾ യേശുനാഥൻ പറയുന്നത് നിങ്ങളുടെ നീതി അതിനെ അതിലംഘിക്കണം. അവർ പാലിക്കുന്നത് പോലെയല്ല നിങ്ങളുടെ ദൈവിക നിയമങ്ങൾ പാലിക്കുന്നത്. പിന്നെയോ നിങ്ങൾ ദൈവിക നിയമങ്ങൾ പാലിക്കുന്നതിനേക്കാൾ ഉപരി സ്നേഹിക്കുന്നവരും അത് ജീവിക്കുന്നവരുമായി മാറും. ഈ പാലിക്കുകയും ജീവിക്കുകയും രണ്ടാണ്. പാലിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം നിയമം വെച്ചിട്ടുണ്ട്. ആ നിയമം ഫോർ ദ സേക്ക് ഓഫ് ലോ, നിയമത്തിന് വേണ്ടി നിയമം നമ്മൾ പാലിക്കുന്നവരാകാം. മറ്റേത് ജീവിത രീതിയുടെ ഭാഗമായി മാറുകയാണ്. കാരണം ദൈവിക നിയമം അത് അതിലംഘിക്കപ്പെടുന്നത് സ്നേഹം അതിൻ്റെ ആന്തരാർത്ഥത്തിൽ നിന്ന് മാറിപ്പോകുമ്പോഴാണ് അത് ലംഘിക്കപ്പെടുന്നത്. ദൈവിക നിയമത്തിൻ്റെ അടിസ്ഥാനം സ്നേഹമാണ്. അത് ദൈവത്തോടുള്ള സ്നേഹമാണ്, മനുഷ്യരോടുള്ള സ്നേഹമാണ്. അപ്പോൾ ഇവിടെ ഫരിസേയരാകട്ടെ ദൈവസ്നേഹത്തിന് പ്രാധാന്യം കൊടുത്തപ്പോൾ മനുഷ്യരെ ദ്രോഹിക്കാൻ തുടങ്ങി. മനുഷ്യരോടുള്ള സ്നേഹം അവർ വിട്ടു. മനുഷ്യരുടെ മേൽ കൂടുതൽ നിയമങ്ങൾ കുത്തിയേൽപ്പിക്കുകയും അവരെ അതിൻ്റെ പേരിൽ പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന മനുഷ്യരായി മാറാൻ തുടങ്ങി. അപ്പോൾ ദൈവിക നിയമം അവിടെ പാലിക്കപ്പെടുന്നു. അതിൻ്റെ ആന്തരാർത്ഥമായ സ്നേഹം അത് അവിടെ ഇല്ലാതാകാൻ തുടങ്ങുന്നു. അപ്പോൾ അവിടെയാണ് യേശുനാഥൻ വ്യാഖ്യാനം നൽകുന്നത്. കൊല്ലരുത് എന്ന് പറയുമ്പോൾ ഒരുവനെ കൊല്ലാതെയും കൊല്ലാൻ സാധിക്കുമല്ലോ. അപ്പോൾ അത് ഇവരെ സംബന്ധിച്ച് നിയമലംഘനമല്ല. അവരങ്ങനെ അല്ലാതെ നിയമമല്ലാത്തത് കൊണ്ട് മനുഷ്യരെ വാക്കുകളുകൊണ്ടും പ്രവൃത്തികളുകൊണ്ടും വേദനിപ്പിക്കാം എന്ന തരത്തിലേക്ക് വരികയാണ്. കൊല്ലാതിരുന്നാൽ മതിയല്ലോ. അപ്പോൾ അവിടെയാണ് ഈ അവരുടെ നീതിയെ നമ്മൾ അതിലംഘിക്കുന്നത്. സ്നേഹം അടിസ്ഥാന ഘടകമായി മാറുമ്പോൾ സ്നേഹത്തോടെ അല്ലാതെ നോട്ടം പോലും പാപമായി മാറുന്നു. അപ്പം എൻ്റെ ജീവിതത്തിൽ തന്നെ ഈ നിയമത്തിന് പ്രാധാന്യം വരികയാണ്, ദൈവസ്നേഹത്തിനും മനുഷ്യ സ്നേഹത്തിനും. അതുകൊണ്ടാണ് ഏറ്റവും ഉദാത്തമായ ഒരു ഉദാഹരണം പോലെ യേശുനാഥൻ ഇവിടെ പറയുന്നത്. ബലിയർപ്പിക്കാൻ നീ വരുമ്പോൾ, ബലി ദൈവത്തോടുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കാൻ ഞാൻ വരുമ്പോൾ എൻ്റെ സഹോദരനോട് എനിക്ക് സ്നേഹമില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ബലിവസ്തുവോടെ വെച്ചിട്ട് പോകാനാണ് ദൈവം പറയുന്നത്. ഇത് അതിലംഘിക്കുന്ന നീതിയെയാണ് സൂചിപ്പിക്കുന്നത്. ഫരിസേയരുടെയും നിയമജ്ഞരുടെയും സ്നേഹം അടിസ്ഥാനമായി മാറുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിശുദ്ധ അന്തോനീസിൻ്റെ ജീവിതം. അന്തോനീസ് ഇതുപോലെ ദൈവസ്നേഹത്തിന് വേണ്ടി കൂടുതൽ സ്നേഹത്തോടെ ജീവിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചതാണ്. കാരണം വളരെ ചെറുപ്പത്തിലെ സന്യാസ ജീവിതം ആഗ്രഹിക്കുകയും അഗസ്റ്റീനൻ സഭയിൽ അംഗമായി ചേരുകയൊക്കെ ചെയ്ത അന്തോനീസ് പിന്നീട് ഫ്രാൻസിസ്കൻ സഭയിലേക്ക് പോയത് തന്നെ ക്രിസ്തുവിന് വേണ്ടി മരിക്കണമെന്ന തോന്നലിൽ നിന്നാണ്. കാരണം സുവിശേഷം പ്രഘോഷിക്കാൻ പോയി മരണപ്പെട്ട രക്തസാക്ഷിത്വം വഹിച്ച കുറച്ച് ഫ്രാൻസിസ്കൻ സഹോദരങ്ങളെ അന്തോനി കാണാനിടയായി. അപ്പോൾ അന്തോനിക്ക് ആഗ്രഹം ഉണ്ടാകണം, ആ ക്രിസ്തുവിനെ അറിയാത്ത സഹോദരങ്ങൾക്ക് ക്രിസ്തുവിനെ നൽകുന്നതിന് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാകണം. ഈ ഒരു ചിന്തയാണ് അന്തോനീസിനെ ഫ്രാൻസിസ്കൻ സഭയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇത് സഹോദരങ്ങളോടുള്ള സ്നേഹവും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൻ്റെയും കൂടുതൽ പ്രകടനമായി മാറുകയാണ്. അപ്പോൾ യേശുനാഥൻ നമ്മൾ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്, കൂടുതൽ സ്നേഹിക്കുന്ന മനുഷ്യരായി മാറുക. നിയമത്തിന് വേണ്ടി നിയമത്തെ പാലിക്കുന്നവരാകാതെ ദൈവസ്നേഹത്തെ പ്രതി നിയമത്തെ ജീവിക്കുന്ന മനുഷ്യരായി മാറുക. കാരണം ദൈവിക നിയമം ദൈവസ്നേഹവും മനുഷ്യ സ്നേഹമാണ്. അപ്പോൾ ഈ തിരുനാളും ആഘോഷിക്കുമ്പോൾ അന്തോനീസ് നമ്മെ പഠിപ്പിക്കുന്നത് പോലെ സഹോദരങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിനെ കൊടുക്കാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ സ്നേഹം പകരാൻ വേണ്ടി കൂടുതൽ സ്നേഹമുള്ള മനുഷ്യരായി മാറാൻ, ദൈവ സ്നേഹത്തെ ജീവിക്കുന്ന മനുഷ്യരായി മാറാനുള്ള കൃപ നമുക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുക. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.